ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ മൈക്ക് ജനറേറ്റർക്ക് തന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ തങ്ങളെ നേരത്തെ സാമണിക മദനി ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാവരും അടക്കി പിടിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വേദന, നഷ്ടങ്ങൾ എല്ലാവർക്കും വരാറുണ്ട്, ലോസുകൾ എല്ലാവർക്കും വരാറുണ്ട്, പരാജയങ്ങൾ എല്ലാവർക്കും വരാറുണ്ട്. പക്ഷേ വന്ന നഷ്ടങ്ങൾക്കും വന്ന പരാജയങ്ങൾക്കൊക്കെ പലപ്പോഴും പരിഹാരം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറുണ്ട്. ചില വിഷയങ്ങളിൽ അത് പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ആ നഷ്ടങ്ങളിൽ ഈ അടുത്ത കാലത്ത് വലിയ നഷ്ടം എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദ വ നഫഅനാ ബിഹി ഫിദ്ദാറൈൻ. മൗത്തുൽ ആലിമി മുസീബ, ഒരു ആലിമിന്റെ മരണം മുസീബത്താണ്. എങ്ങനെയുള്ള മുസീബത്ത്? ലാ തുജ്ബർ, പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു മുസീബത്ത് എന്ന് പറയുന്നത് 100% ശരിയാണ്. ഖുറത്തു സാദാത്ത് തങ്ങളെ പകരം നമുക്ക് ഇനി ഒരാളെ വെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം, താജുൽ ഉലമ ഉപ്പാപ്പ പോയി അതിന്റെ പകരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരാളെയും പകരം വെക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂറുൽ ഉലമ ഉസ്താദ് പോയി ഇന്ന് വരെ പകരം വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പൊസോട്ട് തങ്ങൾ ഉസ്താദ് പോയി അതിന് പകരം വെക്കാൻ ഇന്ന് വരെ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഉസ്താദുൽ അസാദീദ് മഞ്ഞനാടി ഉസ്താദ് പോയി പകരം വെക്കാൻ കഴിഞ്ഞിട്ടില്ല. താജുൽ ഫുഖഹാവും ശറഫുൽ ഉലമയും സുരുവൈർ ഉസ്താദും ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പോയി നമുക്ക് ഇന്ന് വരെ പകരം വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ നഷ്ടം ആർക്കാണ്? ആരാണ് ഈ നഷ്ടങ്ങൾ പറയുന്നത്? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ ആലിമീങ്ങളും അത് നഷ്ടമായി പറയുകയാണ്. ആലിമീങ്ങളുടെ മനസ്സിൽ ആ നഷ്ടം പോയിട്ടേയില്ല. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദാണ് ഇന്ന് ഉലമാഇന്റെ ഏറ്റവും മുകളിലുള്ള നേതൃത്വം. അവര് പറഞ്ഞു ഇത് വലിയ നഷ്ടമാണ് എന്ന്. ഇപ്പൊ ഞാന് ളുഹറിന്റെ മുമ്പ് ഒരിടത്ത് പോയി. അവിടെ സമസ്തയുടെ പ്രസിഡന്റായ റഈസുൽ ഉലമ ശൈഖുനാ സുലൈമാൻ ഉസ്താദ് വന്നിരുന്നു. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഈ അടുത്തൊരു സ്ഥലം, അവിടെ ഒരു ഖുറത്തു സാദാത്ത് തങ്ങളെ അനുസ്മരണം ഉണ്ടായി. ഞാൻ അവിടെ തങ്ങളെ മകനെ കിട്ടുമോ എന്ന് ഇന്നലെ വേറെ ആളോട് ബന്ധപ്പെട്ടപ്പോ ബൈത്തെടുക്കയിൽ പോകാനുണ്ട്, അവിടെ കിട്ടൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ തങ്ങളെ കൂടുതൽ ബന്ധപ്പെടുന്നത്. റഈസുൽ ഉലമ ഉസ്താദ് ഇന്ന് വന്നിരുന്നു. ഈ അടുത്ത് ഈ ഒരു 4 കിലോമീറ്ററിന്റെ ഉള്ളിൽ. ഇപ്പോ അവരെ യാത്രയാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. റഈസുൽ ഉലമ ഉസ്താദ് പറഞ്ഞു ഇത് വലിയ നഷ്ടമാണ് എന്ന്. അങ്ങനെ എല്ലാ ആലിമീങ്ങളും നഷ്ടമാണെന്ന് പറഞ്ഞു. ആലിമീങ്ങൾ മാത്രമാണ്. ചെറിയ ചെറിയ മുതഅല്ലിമീങ്ങൾ, എന്നെ പോലെയുള്ള മുതഅല്ലിമീങ്ങൾ പറയുന്നത് ഇത് വലിയ നഷ്ടമാണ് എന്ന്. കേവലം മുതഅല്ലിമീങ്ങൾ മാത്രമാണ്. എസ് കെ ഖാദർ ഹാജിയെ പോലെയുള്ള പ്രധാനപ്പെട്ട ഉമറാക്കളിൽപ്പെട്ട മുഹമ്മദാജിയാറെ പോലെയുള്ള ഉമറാക്കളിൽപ്പെട്ട പ്രഗൽഭർ പറയുന്നത് ഇത് വലിയ നഷ്ടമാണ് എന്ന്. കേവലം ഉമറാക്കൾ മാത്രമാണ്. ഖുറത്തു സാദാത്ത് തങ്ങളെ വഫാത്തിൽ ഒരു നിലയിൽ എന്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും കൂടുതൽ ബേജാറാകുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. കാരണം ഏത് സാധാരണക്കാരനും ഏത് സമയത്തും കയറി ചെല്ലാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഖുറത്തു സാദാത്ത്. അത് രാത്രി എന്നോ അത് പകല് എന്നോ അതിന് വേറെ ടോക്കൺ ആവശ്യമില്ല.
ഒരു റെക്കമെൻഡ് ആവശ്യമില്ല, ഒരു വസീല ആവശ്യമില്ല. കൂറത്ത് തങ്ങൾക്ക് ഖാദിമ് എന്ന് പറയുന്നത് ആരാണ് ഉണ്ടായത്? എന്റെ അറിവ് പ്രകാരം കൂറത്ത് തങ്ങൾക്ക് ഒരേ ഖാദിമേ ഉണ്ടായിട്ടുള്ളൂ. അത് കൂറത്ത് തങ്ങൾ തന്നെയാണ് കൂറത്ത് തങ്ങൾ ഖാദിം. കൂറത്ത് തങ്ങളാണ് കൂറത്ത് തങ്ങളെ ഡയറിയിൽ എഴുതുന്നത്. കൂറത്ത് തങ്ങളാണ് കൂറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. സെക്രട്ടറി ആയിട്ടും ബോഡി ഗാർഡായിട്ടും ഖാദിമായിട്ടും ഖുറത്തു സാദാത്തിന്റെ പകരം ഖുറത്ത് സാദാത്ത് തങ്ങളാണ്. ജാടകളില്ലാതെ, വസ്ത്രത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിൽ ജാടകളില്ല, സംസാരത്തിൽ ജാടകളില്ല, വേദികളിൽ ജാടകളില്ല, ചടങ്ങുകളിൽ ജാടകളില്ല. അങ്ങനെ ഒരു വല്ലാത്ത രൂപത്തിലുള്ള ഒരു സ്വാഫിയായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. അങ്ങനെ പലരോടും ഞാൻ പറയുന്നത് കേട്ടിട്ട്, ഞാൻ ഞങ്ങളെ ദാറുൽ അശ്ശരിയ സുരുവയിലിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോ ദുബായിലേക്ക് ഒരാഴ്ച അശ്ശരിയക്ക് വേണ്ടി തങ്ങൾ വന്നിരുന്നു. അശ്ശരിയക്ക് വേണ്ടി ഒരാഴ്ച മുഴുവനായി UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ സാലത്തൂർ അബ്ദുൽ ഖാദർ എന്നിട്ടുണ്ട്. അവന്റെ വണ്ടിയിൽ 4 ഭാഗത്തും രാത്രിയും പകലും ഓടിയിരുന്നു. ഓടുന്ന സമയത്ത് പലരും വിളിക്കുമ്പോ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ അവിടെ വരും. കാറിന്റെ സൈഡ് വന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കണ്ട് സംസാരിച്ച് വെള്ളം മന്ദിരിച്ച് പരിഹരിക്കുന്ന ഇത്ര വലിയ നേതൃത്വത്തിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോ ആലിമീങ്ങൾക്ക് തീരാ നഷ്ടമാണ്. വലിയ വലിയ മഹാന്മാർക്ക് തീരാ നഷ്ടമാണ്. റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നഷ്ടമാണെന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം മുഴുവനും ആ നഷ്ടം നികത്താനാവാതെ ഇന്നും എന്ത് ചെയ്യണമെന്നറിയാതെ ബേജാറിലാണ്. സാധാരണക്കാരായ എല്ലാവർക്കും നഷ്ടമാണ്. ഈ നഷ്ടം പരിഹരിക്കാൻ നമുക്ക് ഒരു ആശാ കേന്ദ്രമുണ്ട്. യഥാർത്ഥത്തിൽ മഹാനവറുകളുടെ ജനന സ്ഥലം രാമന്തളിയാണ്. തങ്ങളെ മകനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. രാമന്തളിയാണ്. രാമന്തളിയിലുള്ള മഹാന്മാർ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവരെ ഉപ്പാപ്പമാരൊക്കെ ഉള്ളത്. അവര് ജനിച്ചത് രാമന്തളിയിലാണ്. അവരെ താമസം ഒരു ഭാഗത്ത് കൂടുതൽ എട്ടിക്കുളമാണ്, പിന്നൊരു ഭാഗത്ത് കരുവന്തുരുത്തിയാണ്. അവിടുത്തെ അങ്ങനെയൊക്കെ ആണെങ്കിലും അൽഹംദുലില്ലാ, ഞാൻ ചുരുക്കുന്നു, വളരെ ചുരുക്കുന്നു, സംസാരിക്കേണ്ട ടൈമല്ല, തങ്ങളെ ദുആവും മറ്റുമല്ല. എങ്കിലും രാമന്തളിയിൽ ജനിച്ച് എട്ടിക്കുളവും കരുവന്തുരുത്തിയിലും താമസവും മറ്റുമൊക്കെയായി നിന്നിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ മുന്നിലാണുള്ളത്. അത് നമുക്കൊരു സമാധാനമാണ്, അത് നമുക്കൊരു ആശ്വാസമാണ്, അത് നമുക്ക് ഒരു വല്ലാത്ത രൂപത്തിലുള്ള ധൈര്യമാണ്. നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവിടുന്ന് വഫാത്തായിട്ട് ആ വഫാത്ത് ജനാസയുമായി ഈ നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ ഒരു വലിയ സന്തോഷമായി. യഥാർത്ഥത്തിൽ അന്ന് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കൂടെയായിരുന്നു സഖാഫികളായ ഞങ്ങളൊക്കെ. ആ സദസ്സിൽ 10 മണി കഴിയുമ്പോ തന്നെ വിവരം കിട്ടി കൂറത്തേക്ക് ജനാസ കൊണ്ടുവരുന്നു. അതോടുകൂടെ ഒരു ഭാഗം സമാധാനമായെങ്കിലും ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടതിലുള്ള ഒരു വേദന നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അത് തീരുകയില്ല. ഇനി ഓരോരോ ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത്. നമുക്കതറിയില്ല. ആ നഷ്ടങ്ങളും ആ ലോസുകളും ഓരോരോ ദിവസങ്ങളും ഓരോരോ ആഴ്ചകളും ഓരോരോ മാസങ്ങളും കഴിയുമ്പോഴാണ് അറിയുന്നത്. അള്ളാഹു അവിടുത്തെ പൊരുത്തവും കാവലും നമുക്ക് നൽകട്ടെ. എങ്കിലും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ മസൂദ് തങ്ങൾ അവർ അൽഹംദുലില്ലാ ആ രൂപത്തിൽ നമുക്ക് നേതൃത്വമായി ഉണ്ടല്ലോ എന്നത് നമുക്ക് വലിയ സന്തോഷമാണ്, നമുക്ക് വലിയ റാഹത്താണ്. പ്രത്യേകിച്ച് സയ്യിദ് അബ്ദുറഹ്മാൻ മസൂദ് തങ്ങൾ ഈ ഭാഗത്ത് വലിയ ബന്ധങ്ങൾ ഉണ്ടാകോ ഇല്ലേ എന്നറിയില്ല. ഞാൻ പറയാ, ഈ മുടിപ്പും പരിസരവും ഇത് താജുൽ ഉലമന്റെ തറവാടാണ്. ഈ മുടിപ്പും പരിസരവും താജുൽ ഉലമന്റെ ഉപ്പാപ്പന്റെ തറവാടാണ്. ഈ ഭാഗത്ത് താജുൽ ഉലമ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എല്ലാവർക്കും. അതുകൊണ്ടാണ് ആ അനന്തര സ്വത്താകുന്ന ഖുറത്തു സാദാത്തിനെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ഭാഗങ്ങളിലുള്ള മുഴുവൻ മോമിനീങ്ങളും മഹലിലുള്ള മോമിനീങ്ങളും 2 കൈയും മനസ്സും നീട്ടി സ്വീകരിച്ചത്. ആ ഒരു പാരമ്പര്യം ഈ മുടിപ്പിനും ഈ പരിസര മഹലുകളിൽക്കും ഉണ്ട് എന്നത് തന്നെ നമുക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഒറ്റൊരു വാക്കുകൂടി നിങ്ങളെ മുന്നിൽ പ്രഗത്ഭ ഉമർ സഖാഫി ഉസ്താദിനെ പോലെ മറ്റൊക്കെ പ്രഭാഷണം നടത്തുന്ന പ്രഗത്ഭരൊക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. മഹാൻ
മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ താജുൽ ഉലമ വിമൻസ് ശരീഅത്ത് കോളേജിന്റെ ഇവിടുത്തെ ഈ സംരംഭം, ഇതിനോട് ബാപ്പന്റെ പേര് നാമകരണം കൊണ്ടുള്ള ഒരു സംരംഭം എന്ന രീതിയിൽ ബാദപ്പുണി ഉസ്താദും മദനി ഉസ്താദും മദ്യനോർക്ക ഉസ്താദും എസ് കെ ഖാദിർ ഹാജിയും ബാക്കിയുള്ള നേതാക്കൾ ബന്ധപ്പെടുമ്പോ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ അഭേദ്യമായ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധം അവിടുത്തെ പാരമ്പര്യത്തിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉള്ളത്. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഒറ്റ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ നിർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. അവിടുന്ന് ഏറ്റവും വലുത് ഇവിടുത്തെ എല്ലാവർക്കും തങ്ങളെ ബന്ധമുള്ള എല്ലാവർക്കും അറിയും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവിടുത്തെ ബീവി, അതായത് മസ്ഊദ് തങ്ങളെ ഉമ്മ വലിയ മഹബത്തുള്ളതായിരുന്നു ഖുറത്തു സാദാത്ത് തങ്ങളോട്. സാധാരണ ഭർത്താക്കന്മാരും ഭാര്യമാരിൽ നിന്നും വ്യത്യസ്തമായി എന്ന് തന്നെ പറയാം. കാരണം ഒരാഴ്ച ഞാൻ UAE ഉണ്ടാകുമ്പോ ഫാമിലി മുഴുവനും അന്ന് അബുദാബിയിലുള്ള ബ്രൈറ്റ് ഇബ്രാഹിച്ചാന്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് മഹാനവറുകൾ വണ്ടിയിൽ സംസാരിക്കുമ്പോ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, ആ ഒരു സംബന്ധം വല്ലാതെ പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ബീവിനേക്കാളും സ്നേഹമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു നിലയിൽ താജുൽ ഉലമ ഉസ്താദാകുന്ന ബാപ്പയേക്കാൾ മഹബത്തുള്ള ഒന്ന് ഖുറത്തു സാദാത്ത് തങ്ങളെ മനസ്സിലുണ്ടായിരുന്നു. അവിടുത്തെ മക്കളാകുന്ന ഈ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളോടുള്ള മഹബത്തിനേക്കാൾ എന്തായിരുന്നു അത് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. ഖുർആനിനോട് വല്ലാത്ത ബന്ധം. അത് ഖുർആൻ ഓതുന്നത് ഒരു ഹരം, ഒരു ഹാബിറ്റ്, അതൊരു നേരം പോക്കിന് അല്ലെങ്കിൽ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഒരു കൂലിക്ക് മാത്രമല്ല, അത് ഒരു ഹരം. അത് ഉണ്ടായാൽ എല്ലാം ഉള്ളതുപോലെ, ബീവി അടുത്തുള്ളതുപോലെ, മക്കൾ അടുത്തുള്ളതുപോലെ, മരണപ്പെട്ടു പോയ വഫാത്തായ താജുൽ ഉലമ ഉപ്പാപ്പ ഉള്ളതുപോലെ അവർക്ക് അനുഭവിക്കുന്നത് ആ ഖുർആൻ ഓതുമ്പോൾ അവരുടെ മുഖവും അവരുടെ ആ മനസ്സും വായിക്കാൻ കഴിയുന്ന നമുക്ക് അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ പ്രസംഗത്തിന്റെ വിഷയം ഇന്ന് വൈറലായി സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ഒരു വിഷയം എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഇമാം ഷാഫിഈ, തെറ്റുണ്ടെങ്കിൽ വലിയ വലിയ ബാദപ്പുടിസ്ഥാനം പോലെ വലിയ വലിയ മഹാന്മാരെല്ലാം ഉണ്ടല്ലേ, മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് മാത്രമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ആ യൂട്യൂബിന്റെ പ്രസംഗം ഞാൻ ഏകദേശം കേട്ടു. ആ കേട്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു വിഷയം, മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്, വലിയ ആലിമാണ്, ഇൽമിൽ വലിയ തൗഫീഖുള്ള ആളാണ്. ഇൽമി മഈ ഹൈതുമാ യമ്മംതു യൻഫഉനി സദ്രി വിആഉൽ ലദീ ലാ ബത്ന സുൻദൂഖി. ഇൽമിലെ അങ്ങേയറ്റം ഇൽമിനേക്കാൾ അവിടുന്ന് വലുതെന്താണ്? ഇബാദത്തായിരുന്നു. പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിൽ 7ഓളം രോഗമുണ്ടാകുന്ന സമയത്ത് പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിൽ മാരകമായ രോഗം പോലെയുള്ള ഒരു രോഗമുള്ള സമയത്ത് മഹാനവറുകൾ ഖത്മുകൾ തീർത്തിരുന്നു 24 മണിക്കൂറിന്റെ ഉള്ളിൽ. ചില മഹാന്മാർ പറഞ്ഞത് റമദാനാകുമ്പോൾ 2 ഖത്ം, ഏതായാലും ഒരു ഖത്ം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ഖത്ം തീർത്തിരുന്നു. എന്നിട്ട് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ പറഞ്ഞത്, ഞാന് ഇമാം ഷാഫിഈ തങ്ങളെ അംഗീകരിക്കുന്ന ആളാണ്, കോയമ്മ തങ്ങളാകുന്ന ഞാൻ ഇമാം ഷാഫിഈ തങ്ങളുടെ അനുയായിയാണ്. ഞാൻ ആ മദ്ഹബിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഞാൻ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടിയാണ് ഒരു ദിവസം ഒരു ഖത്ം ഖുർആൻ പോലെ അങ്ങനെ എത്രയോ ഖത്മുകൾ തീർത്തത്? 2 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കാൻ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്തിനാണ് അങ്ങനെ? മഹാനവറുകൾ ഇമാം ഷാഫിഈ തങ്ങള് അവിടുത്തെ ചരിത്രത്തിൽ പറഞ്ഞത്, മഹാനായ തങ്ങളവറുകൾ പറയുന്നു, അത് ഒന്ന് ഇങ്ങനെ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ഖുർആന് ഷാഫിആയിട്ട് വരും. കുടുംബത്തിന്റെ ഇടയിൽ വസിയ്യത്ത് പറയേണ്ടതൊക്കെ വസിയ്യത്ത് പറഞ്ഞു, പറയേണ്ടതൊക്കെ പറഞ്ഞു, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി, നജസുമായി ബന്ധപ്പെടാത്ത രീതിയിൽ, നജസിന്റെ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റലിന്റെ രൂപത്തിലുള്ളതൊക്കെ ബന്ധപ്പെടാത്ത രീതിയിൽ അങ്ങനെ മരിക്കാൻ കഴിയും. അങ്ങനെ ആഖിബത്ത് നന്നായി മരിക്കാനാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ ഓതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ തീരുമാനിച്ചു, റമദാൻ എന്റെ മുന്നിൽ വരുന്നു, ഈ റമദാൻ ആകുമ്പോ ഒരു ചാലഞ്ചാണ്, ഒരു അട്ടമാണ്, ഒരു പന്തമാണ്, ഒരു വാശിയാണ്, ഞാനൊന്ന് ഓതട്ടെ. ഇരുന്നിട്ട് ഈ സമകാലിക ലോകത്ത് ഒരു ഖത്മ് നമ്മൾ റമദാനിൽ തീർക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബച്ചലിന്റെ വലിയ കഷ്ടത്തിന്റെ വിഷയമാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ
ആ മുഹമ്മദ് ഒറ്റ വാക്ക് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതിയതുപോലെ എനിക്കും ഓതണം എന്ന് ചിന്തിച്ച് ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു റൂമിന്റെ പള്ളിയായിരിക്കാനാണ് ആ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് റമദാൻ 30 ആകുമ്പോ മഹാനായ ഖുറത്തു സദാത്ത് തങ്ങൾ നിയത്ത് വെച്ചു. ശാഫിഈ ഇമാം നിയത്ത് വെച്ചതുപോലെ ശാഫിഈ ഇമാം മരണപ്പെട്ടത് അങ്ങനെയാണ്. ഹോസ്പിറ്റലിലല്ല, വേറെ നജസുമായി ബന്ധപ്പെടുമ്പോഴല്ല, ശിഷ്യന്മാരുള്ള സമയത്താണ്. ഇമാം മുസ്നി തങ്ങളുള്ള, ഇമാം മുസ്നി അടക്കമുള്ള ശിഷ്യന്മാരുള്ള സമയത്ത് മഹാനായ ഇമാം ശാഫിഈ തങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചതാണ്. സുഖമില്ലാത്ത സമയത്ത് ആ നാട്ടിൽ ഒരു ബീവി ഉണ്ടായിരുന്നു. ആ ബീവിയോട് മന്ത്രിപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു ഇമാം ശാഫിഈ. ആ ബീവി നഫീസ ബീവിയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒരു പ്രാവശ്യം പോയി അവിടുന്ന് ദുആ ചെയ്യിപ്പിച്ചു വന്നു. 2ാം പ്രാവശ്യം പോയി ദുആ ചെയ്യിപ്പിച്ചു വന്നു. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇനി മരണത്തിന് ഒരുങ്ങണമെന്ന് സൂചന കൊടുത്തപ്പോ ശാഫിഈ ഇമാം തങ്ങൾ മരണത്തിന് ഒരുങ്ങുകയാണ്. അവിടുന്ന് വീട്ടിലാണ് മരണപ്പെടുന്നത്, കുടുംബത്തിന്റെ ഇടയിലാണ് മരണപ്പെടുന്നത്, മുഹിബ്ബീങ്ങളുടെ ഇടയിലാണ് മരണപ്പെടുന്നത്. എങ്കിലും മുഖത്തിൽ ചെറിയ വിഷമം പോലെ കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞത് അസ്ബഹതു മിനദ് ദുനിയാ റാഹില വ ഇഖ്വാനി മുഫാരിഖ വസൂഇ അമാലി മുലാഖിയ വൈല. അതൊക്കെ നീണ്ട വിഷയങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ അങ്ങനെ മരണപ്പെടാൻ കാരണം ഖുർആനുകൾ ഓതിയത് കൊണ്ടാണ്, ഖുർആൻ പതിവാക്കിയത് കൊണ്ടാണ്, ഖുർആൻ ഖത്മ് ചെയ്തത് കൊണ്ടാണെന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ച മഹാനായ നമ്മുടെ ആത്മീയ നേതൃത്വമാകുന്ന ഈ ഭാഗത്തുള്ള മഹല്ലുകളുടെ ഖാദിയാകുന്ന മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ നിയത്ത് ചെയ്തിട്ട് പള്ളിയുടെ ഉള്ളിൽ വന്നിട്ട് അവിടെ നിന്ന് ഓതുകയാണ്. ഓരോരോ സൂറത്ത് തീർക്കുകയാണ്, ഓരോരോ ജുസ്ഉകൾ തീർക്കുകയാണ്, ഓരോരോ ഖത്മുകൾ തീർക്കുകയാണ്. റമളാൻ 30 ആകുമ്പോ തീർത്ത ഖത്മിന്റെ കണക്കെത്ര? ഒരു ഖത്മ അല്ലല്ലോ, 5 ഖത്മ അല്ലല്ലോ, 10 ഖത്മ അല്ലല്ലോ, 20 ഖത്മ അല്ലല്ലോ, 25 ഖത്മ അല്ലല്ലോ. കേവലം 30 ദിവസത്തിന്റെ അല്ലെങ്കിൽ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ 29 ദിവസത്തിന്റെ ഇടയിൽ തീർത്തത് 28 ഖത്മുകളാണ്. 28 ഖത്മുകൾ തീർക്കുക എന്നത് വലിയ കറാമത്ത് തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഖത്മ് തീർത്തതിന്റെ റിസൾട്ട് കിട്ടിയത് എപ്പോഴാണ്? മഹാനായ അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങളെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജനാസന്റെ മുന്നിലുള്ള സംസാരം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. വഫാത്താകുന്ന അന്ന് ഒരു അന്യമതസ്ഥരായ സിസ്റ്റർമാർ കൈപിടിക്കുന്ന ഒരു ദുരവസ്ഥ വന്നിട്ടില്ല. ഒരു അമുസ്ലിമത്തായ ഒരു പെണ്ണ് ഇഞ്ചക്ട് ചെയ്യുന്ന അവസ്ഥ വന്നിട്ടില്ല. നജസുമായി ബന്ധപ്പെട്ട ബ്ലഡുകളും മറ്റുമുള്ള ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെടേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആ രൂപത്തിലുള്ള ഹോസ്പിറ്റലുമായ ഒന്നും അവിടുത്തെ ജീവിതത്തിൽ തന്നെ വല്ലാത്ത വിഷമമായിരുന്നു. അതൊന്നും വന്നിട്ടില്ല. രാത്രി വന്നിട്ടുണ്ട്, സാധാരണ കിടക്കുന്നത് പോലെ കിടന്നിട്ടുണ്ട്, സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, അവിടുത്തെ പിന്നെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഭാര്യയും ബീവിയുമായി അവിടെ നിന്ന് വല്ലാത്ത സന്തോഷം പങ്കിട്ടിട്ടുണ്ട്, പെമ്മക്കളുമായി സന്തോഷം പങ്കിട്ടിട്ടുണ്ട്. 8 മണി വരെ വീട്ടിന്റെ ഉള്ളിൽ കുടുംബത്തോടൊപ്പം, ബീവിയോടൊപ്പം, മക്കളോടൊപ്പം, മുഹിബ്ബീങ്ങളോടൊപ്പം കൂടിയിട്ട് പിന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, എടുക്കേണ്ടതൊക്കെ എടുത്തു. വസിയ്യത്തുകൾ പറഞ്ഞിട്ട് എനിക്ക് ഹബീബായ മുത്തു നബിയുടെ ബഹുമാനം അവിടെന്ന് പറഞ്ഞു, ഔലിയാക്കളെ മഹത്വം അവിടെന്ന് പറഞ്ഞു. ഒറ്റൊരു വാക്ക് പറയട്ടെ, സീനിയറായ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ജനാസ ഉള്ളാളത്ത് കൊണ്ടുവരുമ്പോ ഞാൻ ആ പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഉള്ളാളത്ത് ഉസ്മാൻ മദനി എന്ന് പറയുന്ന ഒരു പഴയ ഒരു മദനി, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, 5 വർഷം ഖുറത്തു സാദാത്തിന്റെ ശരീക്കായിരുന്നു ഞാൻ. ഓരോരോ ക്ലാസ് കഴിയുമ്പോഴും എല്ലാവരും ഖുറത്തു സാദാത്ത് തങ്ങൾ അന്ന് അന്വേഷിക്കും. ഞങ്ങള് ആ മാസ്തിക്കട്ടയിലും ബാക്കിയൊക്കെ വൈകുന്നേരം നടക്കുമ്പോ കോയമ്മ തങ്ങൾ അന്വേഷിക്കുമ്പോ കോയത്തങ്ങളെ കാണാറില്ല. എന്താണ് അവിടെ കാണാത്തതിന്റെ കാരണം? ഉള്ളാളത്തെ പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന പതിവായിരുന്നു. ശേഷം മഹാ
മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അവിടുന്ന് ഖുറത്തു സാദാത്ത് തങ്ങൾ അവിടുന്ന് മദനിയായി അവിടുന്ന് ശരീഅത്ത് കോളേജിൽ പഠിച്ചു, എക്സാം എഴുതി, അതിൽ നല്ല മാർക്ക് എടുത്തു, പാസ്സായി. ശേഷം ഖിദ്മത്തുമായി ബന്ധപ്പെടുമ്പോഴാണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ജനങ്ങള് താജുൽ ഉലമ ഉപ്പാപ്പയുമായി കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്നതിലുള്ള ഒരു പേടി കൊണ്ട് ഇനി ബന്ധപ്പെടാൻ കോയമ്മ തങ്ങളെ കഴിയുകയുള്ളൂ എന്ന രീതിയിൽ ബന്ധപ്പെടുമ്പോഴാണ് ഒറ്റ വാക്ക് നിങ്ങളോട് മുന്നിൽ പറയുന്നു. ഞാൻ മനസ്സിലാക്കിയതാണ് കോയമ്മ തങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ഉള്ളാളത്തു നിന്നാൽ എനിക്ക് ഏകാന്തത നഷ്ടപ്പെട്ടു പോകും, എനിക്ക് ഏകാന്തത നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവായ നമ്മുടെ ആത്മീയ നേതൃത്വമായ കുമ്പോല് തങ്ങളോട് വിഷയം പറഞ്ഞപ്പോ ആ മഹാന്മാരൊക്കെ അന്നത്തെ കോയമ്മ തങ്ങളാകുന്ന ഇന്നത്തെ ഖുറത്തു സാദാത്ത് തങ്ങളെ മനസ്സും മുഖവും വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദറജ ഉയരാൻ, നിങ്ങളുടെ വലിയ ദറജ ഉയരാൻ പറ്റുന്ന ഒരു സ്ഥലം ഖുതുബുൽ ആലം മുഹമ്മദ് അബൂബക്കർ വന്ന ഒരു മടവൂർ ശൈഖ് വന്ന ഒരു സ്ഥലം ഉണ്ട്, ശംസുൽ ഉലമ ഉസ്താദ് വന്ന ഒരു സ്ഥലം ഉണ്ട്, താജുൽ ഉലമ ഉസ്താദ് വന്ന ഒരു സ്ഥലം ഉണ്ട്, ജാവക്കല്ല് വലിയുള്ള വന്ന സ്ഥലം ഉണ്ട്, മഹാനായ കുമ്പോലാറ്റക്കോയ തങ്ങളുടെ ബാപ്പയും ഉപ്പാപ്പമാരും വന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അയക്കണമെന്ന രീതിയിൽ അങ്ങനെയാണ് ആരും അറിയാത്ത കൂറത്തേക്ക് മഹാനായ കൂറത്ത് തങ്ങൾ പോകുന്നത്. അൽഹംദുലില്ലാഹ് മടവൂർ ശൈഖിന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ വടകര വലിയുള്ളാന്റെ പാദസ്പർശനമേറ്റ ആ ഭൂമിയിലാണ് ഇന്ന് അവിടുന്ന് നേതൃത്വം നൽകുന്നത്. നീ അവിടുത്തെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കട്ടെ. ദുആ വസിയത്തോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.